വന്നൊരു 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു കാർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. തോനെ ശമ്പളം കിട്ടുമായിരുന്നു. എത്രയെന്നറിയോ? 7500 രൂപ. അപ്പൊ ഈ ഒരു സമയത്ത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഉണ്ട്, നമ്മുടെ ഒരു വലിയ ഗ്രേറ്റ് ലീഡർ ഉണ്ട്, നമ്മുടെ വിജയ് സാർ. പുള്ളിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജിതു നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മോദിക്ക് ചെയ്യാം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഉഷാറാക്കാന്നല്ല ഞാൻ പറഞ്ഞത്, പോയി പണി നോക്കുന്ന പറഞ്ഞത്. കാരണം എന്താ, എനിക്ക് മോദിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്റെ പിന്നാലെ 3 മാസം ഒരു കാമുകനെ പോലെ നടന്ന് എന്നെ ഈ ബിസിനസ് എന്ത് ചെയ്തു, ബിസിനസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രോഡക്ട്സ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോ എന്റെ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് വാഷ് ബാഗ് ഒന്നും പറയാറില്ല. അമ്മ പറഞ്ഞു പൊടി സൂപ്പറാന്ന് പറഞ്ഞു. എന്ത് പൊടി? അലക്കുന്ന പൊടി. പാത്രം കഴുകുന്നത് അതും സൂപ്പറാന്ന് പറഞ്ഞു. പേരൊന്നും പറയാറില്ല. അപ്പൊ അമ്മ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നു. അപ്പൊ പ്രോഡക്ട്സുകൾ നല്ലതാണല്ലോ, അപ്പൊ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങി വിറ്റാൽ ഒത്തിരി 10,000 രൂപ കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ എവിടെ വന്നത്, മോദിക്ക്. കാരണം ശമ്പളത്തിലുണ്ട്, ശമ്പളം 7,500. അപ്പൊ അതിന്റെ കൂടെ 10,000 കൂടെ കിട്ടിയാൽ എന്തായി, അല്ല ഒരു 17,500 ആയല്ലോ. അത്രയാന്ന് ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ വന്നു എന്റെ ലീഡർ അപാര മോട്ടിവേറ്റർ ആയിരുന്നു. 1 ലക്ഷം കിട്ടും കാർ എടുക്കാം, 1 ലക്ഷം കിട്ടും കാർ എടുക്കാം. കേട്ട് പണി ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ മോദിക്ക് എനിക്ക് ആദ്യത്തെ ചെക്ക് വന്നു, 70 രൂപയായിരുന്നു എന്റെ ഫസ്റ്റ് ചെക്ക്. അന്നേരം ഞാൻ എന്റെ ലീഡറുടെ മുഖത്തേക്ക് നല്ലൊരു നോട്ടം നോക്കിയിട്ടുണ്ട്. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ, എന്നെ ബാക്കി പറയണ്ടല്ലോ. അപ്പൊ ആ നോട്ടം ഞാൻ നോക്കി. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, മോദിക്കോടൊപ്പം നിന്നപ്പോ മെല്ലെ ഇൻകം കൂടാൻ തുടങ്ങി. 10, 20 ഒക്കെ ആയി. അങ്ങനെ വന്ന് 1 ലക്ഷം കിട്ടി, 2 ലക്ഷം കിട്ടി, 3 ലക്ഷം കിട്ടി. കഴിഞ്ഞ കൊറോണ സെപ്റ്റംബറിൽ ഒരു മാസം 4,68,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു, ഒരു മാസം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ പവർ. മാത്രമല്ല, ഞാൻ കാറിന്റെ സെയിൽസിൽ വർക്ക് ചെയ്തപ്പോ ഒരു സെക്കൻഡ് കാർ പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ കയ്യിൽ ഒരു 6,500 രൂപയുടെ ഒരു സാധാരണ എന്താ പറയുക 2001 മോഡൽ ഫിയറോ ബൈക്കായിരുന്നുള്ളത്. 6,500 രൂപ. ഞാൻ എതിലൂടെ പോയാലും ആളുകൾ പറയും ഇവിടം സ്വർഗമാണ്. കാരണം എന്താ, പണ്ട് മഹാഭാരത രാമായണൊക്കെ കാണുമ്പോൾ നാരദനൊക്കെ എവിടെ നിന്ന് വരിക, പുകയിനുള്ളിൽ തന്നെ വരിക. അതുപോലെ ഞാൻ എതിലൂടെ പോയാലും അവിടെ എന്താവും, പുക. അപ്പൊ എന്താ പറയുക, ഇവിടെ സ്വർഗമാണ്. അപ്പൊ ആളുകളൊക്കെ നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ മോദിക്കറിൽ വന്നിട്ട് എന്റെ ആഗ്രഹം കാർ ആയതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി വർക്ക് ചെയ്തു. ഞാൻ മോദിക്കറിൽ വന്നിട്ട് 4 കാറുകൾ എടുത്തു. എന്റെ കയ്യിൽ ഇപ്പോൾ 21 ലക്ഷം രൂപയുടെ ഹൈറൈഡറും 80 ലക്ഷം രൂപയുടെ മെർസിഡസ് ബെൻസും ഇന്ന് റൈറ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പവർ ഓഫ് മോദിക്ക്. നമ്മൾ തമാശ കളിക്കാൻ കൊണ്ട് വരരുത്, ആത്മാർത്ഥമായിട്ട് ചെയ്യണം. പണ്ട് സുഹൃത്തുക്കളെ ടൂർ പോകുന്ന സമയത്ത് ടൂർ പോകാൻ കൊതിച്ചൊരു ചിന്തമുണ്ടായിരുന്നു. കാരണം കയ്യിൽ എന്തില്ല, പോകാൻ പൈസ ഇല്ല. പക്ഷെ മോദിക്ക് വന്നതിന് ശേഷം 7 വിദേശ യാത്രകൾ എന്റെ ടീമിനോടൊപ്പം ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കണം, ഇവിടെ എന്താണോ വേണ്ടത് എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാർ വേണോ, ഉണ്ട്. അല്ലെ, ലക്ഷറി വീട് വേണോ, ദിനേശ് സാർ പറഞ്ഞു വീടുണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പ് വേണോ, ഉണ്ട്. ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഇത്രയും ഇതിൽ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മോദിക്ക് ആത്മാർത്ഥമായി ചെയ്തുകൂടാ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ മകന് ഇന്ന് മോദിക്ക് ബിസിനസ്സിൽ 80 ലക്ഷം രൂപയുടെ മെർസിഡസ് ബെൻസ് എടുക്കാൻ സാധിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആരെ കൊണ്ടും സാധിക്കും. ഹലോ, മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാ വന്നിട്ട് ഇവിടെ സോപ്പ് കണ്ടാൽ വിജയിക്കില്ല. എന്ത് കാണണം? ഹോപ്പ് കാണണം, സാധ്യത കാണണം. മനസ്സിലായോ? ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു മുന്നേ. 10 ആളുകളെ കണ്ടാൽ എനിക്ക് പേടിയായിരുന്നു. ഈശ്വര, ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ ചെയ്തു, സ്കിൽ ഡെവലപ്മെന്റും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഇഷ്ടംപോലെ ക്ലാസ്സുകൾ കിട്ടിയപ്പോ ഇവിടെ കയറാന്നുള്ളത് എനിക്ക് ഒരു കൊതിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഈശ്വര, സ്റ്റേജിന്റെ മുകളിൽ നിന്ന് 2 സംസാരം ആളുകളോട് സംസാരിക്കാൻ പറ്റണമേ, ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നു. ഇഷ്ടംപോലെ ട്രെയിനുകൾ കൊടുക്കുന്നു. ടീമിൽ ഏതാണ്ട് 40-ലധികം കാർ അച്ചീവേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഞങ്ങൾ വന്നപ്പോ സമയമായോ? ഇത്ര വിട്ടുന്നോ? ഇത് തെറ്റിപ്പോയിട്ട് 3 മിനിറ്റ് ആയിട്ടല്ലോ. ഓക്കെ, വാട്ടർ അടിച്ച് കുഴപ്പമില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മ്യൂസിക് വന്നതുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തും. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മോദി.